വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2026 കേരളം ഭരിക്കുവാൻ പോകുന്നത് ഏത് പാർട്ടി ആയിരിക്കും എന്നതിൻ്റെ ഒരു ചെറിയ സാധ്യതയും ചെറിയ ചിത്രവും നൽകുമെന്നത് ശരി തന്നെയാണ്. എന്നാൽ പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയം വെച്ച് നിയമസഭ ആര് ഭരിക്കുമെന്ന് കണക്കാക്കാൻ സാധിക്കില്ല എന്ന ഒരു ചരിത്രമാണ് മുന്നോടിയായി നടന്നിട്ടുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയം വെച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് പറയുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും കഴിയില്ല. കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാൻ സാധിച്ചത് ആകെ 18 സീറ്റുകളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ നേടിയ കോൺഗ്രസിനെ സംബന്ധിച്ച് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി വീഴുകയും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടുപ്പിച്ച് ഒരു പാർട്ടി 10 വർഷം ഭരിക്കുന്ന ഒരു ചരിത്രം പുതുതായി ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമോ ഒന്നും കേരളം ഇന്നാൾ ഭരിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കാൻ സാധിക്കില്ല. എങ്കിലും ഒരു തരംഗം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ കരുക്കൾ നീക്കുവാൻ തന്നെയാണ് 3 മുന്നണികളും തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു പ്രധാനപ്പെട്ട നിർണായക ശക്തിയാണ് എന്നുള്ളത് തള്ളിക്കളയുവാൻ സാധിക്കില്ല. ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ കുത്തക മണ്ഡലങ്ങളിൽ കാര്യമായ രീതിയിലുള്ള വോട്ട് വർധന ഉണ്ടാക്കുവാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമായി ആറ്റിങ്ങലും ആലപ്പുഴയും തിരുവനന്തപുരം ഒക്കെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചു. ആലപ്പുഴയുടെ മണ്ണിൽ അതുപോലെ, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി കനലൊരു തരിയായി എരിഞ്ഞു നിന്ന ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി മത്സരിക്കുവാൻ BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി വലിയ മുന്നേറ്റമാണ് BJPക്ക് ആലപ്പുഴയിൽ ഉണ്ടായത്. അപ്പോൾ ഇടതു കോട്ടകളിലും കോൺഗ്രസ് കോട്ടകളിലുമൊക്കെ BJPക്കുള്ള സ്വാധീനം, പ്രാദേശിക തലത്തിൽ BJPക്കുള്ള സ്വാധീനം, പഞ്ചായത്ത് തലത്തിൽ BJPക്കുള്ള സ്വാധീനം ഒന്നും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലെ പ്രതിപക്ഷമായോ അല്ലെങ്കിൽ ഭരണപക്ഷമായും ഒക്കെ BJP ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് BJPയുടെ സ്വാധീനത്തെ, BJPയുടെ പ്രാദേശിക തലത്തിലുള്ള ബലത്തെ ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കുവാൻ പോകുന്ന മുന്നേറ്റത്തെ കണക്കിലെടുക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു 4 സീറ്റുകളിലെങ്കിലും BJPക്ക് വിജയിക്കുവാൻ സാധിക്കും. ഏതൊക്കെയായിരിക്കും ആ സീറ്റുകൾ എന്നുള്ളത് പരിശോധിക്കാം. ഏറ്റവും ആദ്യം നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കണക്കാക്കുവാൻ പോകുന്നത് BJPക്ക് സ്വാധീനമേറെയുള്ള തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലമോ, പാലക്കാട് ജില്ലയിലെ മണ്ഡലമോ, തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലമോ, പത്തനംതിട്ടയോ കാസർഗോഡോ ജില്ലയിലുള്ള ഒരു മണ്ഡലമോ അല്ല. അത് ഇടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കുകോട്ടയായ പുന്നപ്രയുടെയും വയലാറിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായ, ഇടതുപക്ഷം കൊടികുത്തി ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ കായംകുളം നിയമസഭാ മണ്ഡലമാണ് BJP ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി കണക്കാക്കുന്നത്. കാരണം കായംകുളത്തെ പ്രാദേശിക നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരും പ്രാദേശിക അണികളുമൊക്കെ BJPയിലേക്ക് ഒഴുകിയെടുക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് വോട്ട് വർധന ഉണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് കായംകുളം നിയമസഭാ മണ്ഡലമാണ്. പ്രാദേശിക നേതാക്കന്മാരായ ബിപിൻ സി ബാബു അടക്കമുള്ള, അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരായ ഒരുപക്ഷെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ MLA ആയി വരെ മത്സരിക്കുവാൻ സാധ്യത ഏറെ ഉണ്ടായിരുന്ന ബിപിൻ സി ബാബുവും അദ്ദേഹത്തിൻ്റെ അണികളുമൊക്കെ BJPയിലേക്ക് പോയ ഒരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ മാതാവ് പാർട്ടി വിട്ട സാഹചര്യം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭ കൂടിയാകുമ്പോൾ BJP ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിൽ പണിയെടുക്കുവാൻ പോകുന്ന, BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി, അതുമാത്രമല്ല പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലമായി കൂടി മാറുകയാണ് കായംകുളം എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട BJP ലക്ഷ്യം വെക്കുന്ന ഏറ്റവും ശക്തിയേറുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കായംകുളമായി പരിഗണിക്കാം. രണ്ടാമത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂര് വിയർത്തു വിജയിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJPക്ക് സ്വാധീനമേറെയുള്ള ഒരു മണ്ഡലമായ നേമം. ഇതിനു മുമ്പ് നേമത്ത് നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച O രാജഗോപാൽ വിജയിച്ചു വരികയും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നേമത്തെ പ്രാദേശിക ഘടകങ്ങളിൽ, പ്രാദേശിക തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ BJPക്കുള്ള സ്വാധീനവും പ്രാദേശിക നേതാക്കന്മാർക്കിടയിലുള്ള, പ്രാദേശിക നേതാക്കന്മാരിൽ പലരും കോൺഗ്രസ് വിട്ടും ഇടതുപക്ഷം വിട്ടുമൊക്കെ BJPയിലേക്ക് വന്ന സാഹചര്യമൊക്കെ കണക്കിലെടുക്കുമ്പോൾ BJP ലക്ഷ്യം വെക്കുന്ന, BJPക്ക് സാധ്യതയേറെയുള്ള, BJPക്ക് വലിയ ബന്ധങ്ങളും ആഴത്തിൽ വേരിറക്കുവാനൊക്കെ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നേമമണ്ഡലമാണ്.
ആ നിയമമണ്ഡലത്തിൽ ബി ജെ പിക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് കണക്കുകളും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യവും ബോധ്യപ്പെടുത്തുന്നത്. നിലവിലുള്ള സർക്കാർ വിരുദ്ധ വികാരം കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ആ സർക്കാർ വിരുദ്ധ വികാരത്തിൽ നിന്നുണ്ടാകുന്ന വോട്ടുകളിൽ വലിയൊരു ഭൂരിഭാഗം ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്താൽ കായംകുളവും നിയമവും ഒക്കെ എളുപ്പത്തിൽ ബി ജെ പിക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടലും ധാരണയും ഒക്കെ ബി ജെ പി നേതൃത്വത്തിലുണ്ട്. അപ്പോൾ കായംകുളവും നിയമവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം അത് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച നിലവിൽ സുരേഷ് ഗോപി എം പി ആയിരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും കൂടി ഇപ്പോൾ ബി ജെ പി സ്ഥാനത്ത് നിൽക്കുമ്പോൾ, പത്മജ മത്സരിച്ച മണ്ഡലം കൂടിയാകുമ്പോൾ ആ മണ്ഡലത്തിൽ സ്വാധീനം ഏറെ ഉണ്ടാകും പത്മജ വേണുഗോപാലിനും അതുപോലെ തന്നെ നിലവിലത്തെ അവിടുത്തെ എം പി ആയ സുരേഷ് ഗോപിക്കും. ഇവർ രണ്ടുപേരും മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയെ നയിക്കുകയും അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള സ്വാധീനം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ക്രിസ്തീയ മതവിശ്വാസികളുടെ വോട്ടുകളിലെ ഒരു ഏകീകരണം കൂടി ബി ജെ പിക്ക് ഉണ്ടായാൽ ലോക്സഭയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു വലിയ മാറ്റം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം എന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. അപ്പോൾ കായംകുളം കഴിഞ്ഞാൽ നേമം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം അത് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ വീണ്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. പത്മജ വേണുഗോപാൽ മത്സരിച്ച മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപിയുടെ പിൻകരുത്ത് കൂടി ഉണ്ടാകുമ്പോൾ ബി ജെ പി ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മണ്ഡലമായി തൃശ്ശൂർ മണ്ഡലം മാറുന്നു. മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ പഞ്ചായത്തിലുമൊക്കെ ബി ജെ പിക്കുള്ള വർധനവ് കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ആറ്റിങ്ങൽ ജില്ലയിലുള്ള ബി ജെ പിയുടെ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ ആറ്റിങ്ങൽ എന്ന ഒരു മണ്ഡലത്തിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് കൈവരിക്കുവാൻ സാധിക്കും. അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വി മുരളീധരൻ മത്സരിച്ച സമയത്തും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്തും കഴിഞ്ഞ കാലങ്ങളിലെ വോട്ട് വർധനവ് പരിശോധിക്കുമ്പോഴെല്ലാം ബി ജെ പിക്ക് കൃത്യമായൊരു സ്വാധീനവും വലിയ ബന്ധങ്ങളും ഒരു വളർച്ചയും ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ എന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകൾ കൂടി പരിഗണിക്കുമ്പോൾ ഈ 4 ജില്ലകളിൽ ബി ജെ പിക്കുള്ള സ്വാധീനം, ബി ജെ പിക്കുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ വിരുദ്ധ വികാര വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് ഒഴുകിയിറങ്ങിയാൽ അത് ബി ജെ പിക്ക് വലിയ ബലവും അത് വലിയ പ്രതീക്ഷയും നൽകുന്നു. ഈ 4 ജില്ലകൾ ബി ജെ പിക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ബി ജെ പി നേതാക്കന്മാർക്കുണ്ട്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യവും അത് ചെറുതായൊക്കെ ശരിവെക്കുന്നുമുണ്ട്.